ഓക്കെ, നമ്മൾ മോഡ്യൂൾ 8 ആയിരുന്നു ലാസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത്. ടെറസും അതുമായിട്ട് ബന്ധപ്പെട്ടുന്ന ക്ലൈമറ്റ് ചേഞ്ചും പോലുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള മോഡ്യൂൾ 8 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. IR പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 8. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അസേർഷൻ റീസൺ ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ബാഡ്ലി അഫക്റ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. ഓക്കെ, അടുത്ത റീസൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എക്സ്ട്രീം വെദർ ഹാവ് ഡീപ്പ് ഇമ്പാക്ട് ഓൺ ദ വോട്ടിംഗ് ബിഹേവിയർ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പോയിന്റ് കുറച്ച് നമ്മളെ ഡൗട്ട് ചെയ്യിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചും എക്സ്ട്രീം വെദറും ഡീപ്പ് ഇമ്പാക്ട് ഓൺ വോട്ടിംഗ് ബിഹേവിയർ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒന്ന് ചിന്തിക്കാം, അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാവാനാ എന്ന രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചും വോട്ടിംഗ് ബിഹേവിയറെ ബാധിക്കാം. കാരണം ഇപ്പൊ പ്രോ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകളും കാര്യങ്ങളും ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതേ കണക്ക് തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഉണ്ടാവുക, അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അവിടുത്തെ ഭരണകൂടം പരാജയപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടിംഗ് ബിഹേവിയർ ഇതൊക്കെ ബാധിക്കാം. അപ്പൊ ഈ രണ്ട് പോയിന്റ് കറക്റ്റ് ആണ്. പക്ഷെ ഈ അസേർഷന് ഇത് കറക്റ്റ് ആയ ഒരു റീസൺ അല്ല. ഓക്കെ, എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും എന്ന് പറയുന്നതും ഈ ഇമ്പാക്ട് വോട്ടിംഗ് ബിഹേവിയറിനെ ബാധിക്കും എന്ന് പറയുന്നതും എന്താണ്, ഈ അസേർഷനും റീസണും തമ്മിൽ വലിയ ബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് both A and R is true, but R is not the correct explanation of A and R. Okay, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. In 2015, United Nations Climate Change Conference was held at 2015 കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കും അത് പാരീസ് ആണ്. പാരീസ് അഗ്രിമെന്റ് വരുന്നുണ്ട് അല്ലെ, പാരീസ് അഗ്രിമെന്റ് 2015 വരുന്നുണ്ട്. ഓക്കെ, നെയിം ഓഫ് ദ കൺട്രി ഫ്രം വിച്ച് അറബ് സ്പ്രിംഗ് സ്റ്റാർട്ടഡ്. മുല്ലപ്പൂ വിപ്ലവത്തിനെ കുറിച്ച് ആലോചിക്കുക. ജാസ്മിൻ റവല്യൂഷൻ ഇൻ ട്യൂണീഷ്യയിലാണ് സ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, അടുത്താണ് the convention on the elimination of all forms of discrimination against women was adopted by the United Nations in the year, നോക്കിയവർക്ക് അറിയായിരിക്കും, 1979 ഈ കൺവെൻഷൻ പാസ്സാകുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ കൺവെൻഷനും അതിന്റെ ഇയറും നോക്കി വെക്കുക. നിങ്ങൾക്ക് ക്രോണോളജി അധികം ചോദിച്ച് കാണാറില്ല സെറ്റ് എക്സാമിന്. പക്ഷെ ചോദിക്കുന്നതൊക്കെ എന്താണ് ഈ UN ആയിട്ട് ബേസ് ആയിട്ടൊക്കെയാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. എന്താ ഈ 1979 ഈ ഒരു അതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ പഠിച്ചു വെക്കുക. 1979 അത് പാസ്സാകുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, UDHR നമ്മൾ നോക്കി, നമ്മൾ വിട്ടുവരുന്ന ടോപ്പിക്കാണ്. പക്ഷെ ഈ ഡോക്യുമെന്റിൽ തന്നെ നമ്മൾ UDHR കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വാസ് അഡോപ്റ്റഡ് ബൈ ജനറൽ അസംബ്ലി ഓഫ് UN. യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി ആണ് ഈ പറയുന്ന ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. UN കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ 1992 വാസ് ഹെൽഡ് ഇൻ 1992. UN Conference on Environment and Development, UNCED എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് UN Conference on Environment and Development എന്നാണ്. അത് എവിടെ വെച്ചാണ്? 1992 2015 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. 2015 പാരീസിലും 1992 എവിടെയാണ്? റിയോ ഡി ജനീറോയിലാണ്. ഓക്കെ, റിയോ ഡി ജനീറോ ബ്രസീലിലുള്ള സ്ഥലമാണ്, ബ്രസീലിന്റെ ക്യാപിറ്റലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ്. ഓക്കെ, ജനീവയിലാണ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആൻഡ് ഹ്യൂമൻ എൻവയൺമെന്റ് വാസ് ഹെൽഡ് ഇൻ 1972. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് വരുന്ന വർഷം 1972. ഓക്കെ, സ്റ്റോക്ക്ഹോം കോൺഫറൻസിനെ കുറിച്ച് ഇതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. 2 or 3 വട്ടമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം കണ്ടത് മാത്രം എടുത്തുള്ളൂ. ഓക്കെ, 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ, UN Conference on Climate Change has agreed to extend the term of Kyoto Protocol till 2020 ആണ് കേട്ടോ. 2020 December 31 വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത്. ഇപ്പം ഇല്ല. ഓക്കെ, 31 വരെയാണ് ഇപ്പം നിലവിലുള്ള അഗ്രിമെന്റ് എന്ന് പറയുന്നത്. പാരീസ് എന്താണ് ട്രീറ്റിയാണ്. ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെയും പാരീസ് അഗ്രിമെന്റിന്റെയും എന്താണ് ബേസിസ് എന്ന് പറഞ്ഞാൽ വളരെ സിമിലർ ആണ്. ഓക്കെ, അതായത് രണ്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടെ വന്ന 2 പ്രോട്ടോക്കോളും അഗ്രിമെന്റുമാണ് ഈ പാരീസ് അഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോക്കോളും. ഇപ്പൊ നിലവിലുള്ളത് പാരീസ് അഗ്രിമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ക്യോട്ടോ പ്രോട്ടോക്കോൾ 2020 December 31 എക്സ്പയർ ആയി. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. 2013-12 എക്സ്റ്റെൻഡ് ചെയ്തത് 2020 വരെയാണ്. UN Framework Convention on Climate Change is an international treaty drawn at UN Framework Convention on Climate Change എന്ന് പറഞ്ഞാൽ ഏതാണ്? UNFCCC. ഓക്കെ, FCCC ആണ് ഈ പറയുന്ന UN Framework on Climate Change എന്ന് പറയുന്നത്. ഓക്കെ, അത് എവിടെ വെച്ചാണ് എടുക്കുന്നത്? റിയോ ഡി ജനീറോ 1992. ഓക്കെ,
ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ there? അതാണ് പറഞ്ഞ UDSR കുറിച്ച് നമുക്ക് നോക്കാം. ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ there in എന്താണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡിക്ലറേഷനിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. മൊത്തം 30 ആർട്ടിക്കിളുകളാണുള്ളത്. ഓക്കെ, മൊത്തം 30 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. Okay. The article of UDHR which speaks about the right to education. Okay. 30 ആർട്ടിക്കിൾ ഉണ്ട്. 30 ആർട്ടിക്കിൾ നിങ്ങൾ നോക്കി വെക്കണം എന്നതിന്റെ ഒരു സൂചനയാണ് ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാം. ഞാൻ ഈ PDF തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് UDHR. ഓക്കെ, യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ. ഓക്കെ, ആർട്ടിക്കിൾ 26 ഉത്തരം. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ഞാൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അറസ്റ്റ് ടുണീഷ്യ. ഓക്കെ, ആർട്ടിക്കിൾ 26. നമുക്ക് UDHR എന്താണെന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു 9 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയിട്ടുള്ളത്. അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്നാണ് അതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടെററിസത്തിനെ ഒന്നും ബേസ് ചെയ്ത് അതിന് ചോദ്യം അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾ അപ്പൊ എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇസ് എ ലാൻഡ്മാർക്ക് ഡോക്യുമെന്റ് അഡോപ്റ്റഡ് ഓൺ 10th December 1948. എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? 1948 കേട്ടോ. By the United Nations General Assembly. It lays down basic human rights and freedoms that every person is entitled to, regardless of nationality, race, religion or gender. Okay, അതായത് മനുഷ്യനായി ജനിച്ച എല്ലാ മനുഷ്യർക്കും, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും എന്തുണ്ട്? ബേസിക് ആയ കുറച്ച് റൈറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട്. അത് അവരുടെ നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ഒന്നും ഹനിക്കപ്പെടരുത് എന്ന രീതിയിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ UN ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, സർവ്വ മനുഷ്യർക്കും എന്തുണ്ട്? അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ഈ UDHR എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലീഗലി ബൈൻഡിങ്. ഇതൊരു ഡോക്യുമെന്റ് ആണ്. ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മോറൽ ഡോക്യുമെന്റ് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലേ? നമ്മുടെ ഒരു മൊറാലിറ്റീന്റെ ആസ്പെക്ട് വന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അല്ല ലീഗലി ബൈൻഡിങ് ആവുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. ഓക്കെ, ഇതിനകത്തൊരു 10-30ഓളം പ്രിൻസിപ്പൾസ് പറയുന്നുണ്ട്. ഈ പ്രിൻസിപ്പൾസ് എല്ലാം നിങ്ങളുടെ നിയമപുസ്തകങ്ങൾ എഴുതി വെക്കണമെന്നും UDHR നിർബന്ധം പിടിക്കുന്നില്ല. ഓക്കെ, അതാണ് ഇറ്റ് ഈസ് നോട്ട് ലീഗലി ബൈൻഡിങ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഹാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ഇന്റർനാഷണൽ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ് വേൾഡ് വൈഡ്. ബട്ട് ഇറ്റ് ഹാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്. പക്ഷെ ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ലോകത്തിൽ പല അന്താരാഷ്ട്ര നിയമങ്ങളായിക്കോട്ടെ, പിന്നീട് വന്നിട്ടുള്ള ഈ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ട്രീറ്റീസ് ആയിക്കോട്ടെ, പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് വന്നിട്ടുണ്ട്? ഈ പറയുന്ന UDHRന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന്റെ കുറച്ച് ആർട്ടിക്കിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾസ്. ആർട്ടിക്കിൾ 1-2. All humans are born free and equal. Rights apply to everyone without discrimination. ഓക്കെ, അതായത് ഇത്ര നേരം പറഞ്ഞ തന്നെ, അതായത് എല്ലാ മനുഷ്യന്മാരും ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും കൂടെ ഇല്ലാതെയാണ് ജനിക്കുന്നത്. ഓക്കെ, അതേ കണക്ക് തന്നെ എല്ലാ റൈറ്റ്സും, ഈ പറയുന്ന എല്ലാ റൈറ്റ്സും എല്ലാവർക്കും ബാധകമാണ്. ഓക്കെ, അയാൾ ഏത് തരത്തിലുള്ള ആളോ ആയിക്കോട്ടെ, അയാൾ കറുത്തവനായിക്കോട്ടെ വെളുത്തവനായിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ റൈറ്റ്സും എല്ലാവർക്കും ബാധകമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് UDHR. അത് കഴിഞ്ഞ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അവ ആർട്ടിക്കിൾ 3 to 21 സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് പറയുന്നത്. റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, സെക്യൂരിറ്റി, ഫ്രീഡം ഫ്രം സ്ലേവറി, ഫ്രീഡം ഫ്രം ടോർച്ചർ, റെക്കഗ്നിഷൻ ബിഫോർ ദ ലോ, ഇക്വാലിറ്റി ബിഫോർ ദ ലോ, റൈറ്റ് ടു ലീഗൽ റെമഡി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇതെല്ലാം ഉള്ള കാര്യങ്ങളാണല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉള്ള കാര്യങ്ങളാണ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, സെക്യൂരിറ്റിയും റെക്കഗ്നിഷൻ ബിഫോർ ലോയും, അല്ലെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോയും, റൈറ്റ് ടു ലീഗൽ റെമഡി. ആർട്ടിക്കിൾ 32, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 32 ആണ് ലീഗൽ റെമഡീസിനെ കുറിച്ച് പറയുന്നത് അല്ലേ? കോവാറുണ്ടോ, റിട്ടുകളെ കുറിച്ച് പഠിക്കുന്നില്ലേ? അതെല്ലാം ലീഗൽ റെമഡീസ് ആണ്. അപ്പം ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ലോകത്തിന്റെ പല കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം വലിയൊരു തോതിൽ ഈ പറയുന്ന UDHR ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീഡം ഫ്രം ആർബിട്രറി അറസ്റ്റ്, ഫെയർ പബ്ലിക് ട്രയൽ, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, റൈറ്റ് ടു പ്രൈവസി. ഇപ്പം ഈ റൈറ്റ് ടു പ്രൈവസി എന്നൊക്കെ പറയുന്നതൊക്കെ ആണെങ്കിലും ലോകത്തിന്റെ നിങ്ങൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ എടുത്തു നോക്കിയാലും ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, freedom of movement, right to seek asylum, right to nationality, right to marry and family, right to own property, freedom of thought, conscience, religion. ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, നമ്മളെല്ലാവർക്കും അനുഭവിക്കുന്ന, ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, ഞാനിത് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ഈ ഫയല്. ഫൈനാണോ?
ഓക്കെ. അപ്പൊ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെന്റ്. എന്താണ് ഗവൺമെന്റ് നമുക്കുള്ള പാർട്ടിസിപ്പേഷൻ? നമുക്കുള്ള ഏറ്റവും വലിയ പാർട്ടിസിപ്പേഷൻ ആണ് ഈ പറയുന്ന 9-ാം തീയതി ഉണ്ടാകാൻ പോകുന്നത് അല്ലെ, വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവകാശങ്ങളെ കുറിച്ചാണ് ഈ UDHRൽ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ഓക്കെ, എല്ലാ മനുഷ്യർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എനി ഐഡന്റിറ്റീസ്, ഓക്കെ. എക്കണോമിക് ആണ് അടുത്ത സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ്. അത് ആർട്ടിക്കിൾ 22 തൊട്ട് 27 വരെയാണ് പറയുന്നത്. മൊത്തം 30 ആർട്ടിക്കിൾ ഉണ്ട് UDHRൽ, ഓക്കെ. മൊത്തം 30 ആർട്ടിക്കിൾ ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് ഇങ്ങനെ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ്സ് എന്നും സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നും ഡ്യൂട്ടീസ് ആൻഡ് ഓർഡേഴ്സ് എന്നും ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, റൈറ്റ് ടു വർക്ക്, ഫെയർ വേജസ്, റൈറ്റ് ടു റെസ്റ്റ് ആൻഡ് ലെഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞോ, അറിയാലോ, ലെഷർ ടൈം എന്ന് നമ്മൾ പറയില്ലേ. റൈറ്റ് ടു അഡക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കൾച്ചറൽ ലൈഫ്, ഓക്കെ. അപ്പം ഇതെല്ലാം പറയുന്നത് എന്താണ്? ഈ ഒരു ഹ്യൂമന്റെ റൈറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഈ പറയുന്ന UDHRലെ ആർട്ടിക്കിൾസ് ആണ്. ഇതെല്ലാം നിങ്ങൾ ഇത് ഒരു വട്ടമേ ചോദിച്ചിട്ടുള്ളൂ, ഓക്കെ. ഞാൻ മനസ്സിലാക്കിത്തോളം 1-2 വട്ടമേ ഇതിന്റെ ഒരു ഇന്നത് ചോദിച്ചിട്ട് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതും നിങ്ങൾ ഇങ്ങനെ മൊത്തത്തില് ഇപ്പം എന്താണ് മാരി ആൻഡ് ഫാമിലി, ചിലപ്പോൾ റൈറ്റ് ടു സീക്ക് അസൈലം, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമല്ല. ഇപ്പൊ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. അത് എനിക്ക് റൈറ്റ് ടു വർക്ക് ആൻഡ് ഫെയർ വേജസ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്. അപ്പൊ അതേ കണക്കത്തുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയ റൈറ്റുകൾ ഉണ്ടാവും, ഓക്കെ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെന്റ്, കൺസേൺസ് ആൻഡ് റിലീജിയൻ, ഓക്കെ. ഫ്രീഡം അതേ കണക്ക് റൈറ്റ് ടു പ്രൈവസി ഒരു ഇതാണ്. റൈറ്റ് ലീഗൽ റെമഡി, ഇക്വാലിറ്റി ബിഫോർ ലോ, എനിക്ക് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, സെക്യൂരിറ്റി, ഇതെന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് റൈറ്റുകളാണ്. അപ്പം മൊത്തം നോക്കി വായിക്കാൻ വയ്യ, എനിക്ക് മടിയാണെന്ന് വിചാരിക്കുകയാണെങ്കിലും ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് റൈറ്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് നമ്പർ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു 3-4 വട്ടം വായിച്ച് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാവും, ഓക്കെ. അപ്പം ഇത്രയൊക്കെയാണ് UDHR വരെയുള്ള കാര്യങ്ങളുള്ളത്, മോഡ്യൂൾ 8-ലുള്ളത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടെററിസത്തിനൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ നിങ്ങൾ ഇതെല്ലാം പഠിക്കണം. ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതെല്ലാം പഠിക്കണം, ഓക്കെ. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിനും ഈ പറയുന്ന എൻവയോൺമെന്റ് സീൻസിനും ഒന്ന് കുറച്ചുകൂടെ ഒരു പുഷ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കാം മോഡ്യൂൾ 8-ല്. അപ്പൊ ഇത്രയാണ് മോഡ്യൂൾ 8-ല് വരുന്ന കാര്യം. അപ്പൊ നമുക്ക് മോഡ്യൂൾ 7-ലേക്ക് പോകാം. ഞാനിപ്പോൾ 5 എന്ന് മോഡ്യൂൾ 7 എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പൊ മോഡ്യൂൾ 7 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോർത്ത് സൗത്ത് ആൻഡ് സൗത്ത് സൗത്ത് കോപ്പറേഷൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് ഗ്ലോബൽ നോർത്തും ഉണ്ട് ഗ്ലോബൽ സൗത്ത് എന്ന രീതിയിൽ ഒരു 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 വരയ്ക്കാത്ത ഒരു ഡിവൈഡ് ലോകത്തുണ്ട്. ഓക്കെ, ഗ്ലോബൽ സൗത്ത് എന്നും ഗ്ലോബൽ നോർത്ത് എന്നും പറഞ്ഞു. ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഡെവലപ്ഡ് കൺട്രീസിനെയാണ് നമ്മൾ ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത്. ഗ്ലോബൽ സൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡെവലപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് നമ്മൾ ഗ്ലോബൽ സൗത്ത് പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആരും തിരിച്ചതല്ല, ആക്ച്വലി ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പാരിറ്റി മൂലം ആണ് ഈ പറയുന്ന ഗ്ലോബൽ നോർത്ത് ഗ്ലോബൽ സൗത്ത് എന്ന രീതിയിൽ തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ സ്ലൈഡ് അതല്ലല്ലോ. ഏത് സ്ലൈഡ് അതല്ലോ? ഞാൻ ജസ്റ്റ് ഇപ്പം ഈ മോഡ്യൂള് ഇതൊന്ന് പറയുക, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ നോർത്ത് സൗത്ത് കോർപ്പറേഷനും തമ്മിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്പാരിറ്റി കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പോലെ എന്താണ് ഈ സദേൺ നോർത്ത് സൗത്ത് അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലുള്ള രാജ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അണ്ടർ ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഈ രാജ്യങ്ങൾ ഈ അണ്ടർ ഡെവലപ്ഡ് ആണ് ഡെവലപ്പിംഗ് കൺട്രീസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്?
അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ എക്കോണമി ഇത്ര സ്റ്റാഗ്നന്റ് ആയി പോകാൻ പ്രധാനപ്പെട്ട കാരണം ആരാണ് ഈ പറയുന്ന ഗ്ലോബൽ നോർത്ത് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മുതലാളിത്ത രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഗ്ലോബൽ നോർത്ത് വരുന്ന വെസ്റ്റേൺ കൺട്രീസ് ആണ്. കാരണം ഈ പറയുന്ന ഈ വെസ്റ്റേൺ കൺട്രീസിനെ ഗ്ലോബൽ നോർത്തിൽ വരുന്ന ഈ ഡെവലപ്ഡ് രാജ്യങ്ങളുടെ കോളനികളായിരിക്കാം കുറെ കാലം ഈ പറയുന്ന ഗ്ലോബൽ സൗത്തിലുള്ള രാജ്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോഴും കണ്ടിന്യൂസ് എക്സ്പ്ലോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളായിരിക്കും. ഇപ്പൊ നമ്മൾ ആഫ്രിക്കയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിലൊക്കെ ഇന്നും ഇപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും റിസോഴ്സ്ഫുൾ ആയ ഒരു കോണ്ടിനെന്റ് ആണ് ആയത് ആഫ്രിക്ക എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കോണ്ടിനെന്റ് കൂടെയാണ് ആഫ്രിക്ക. അത് എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി? അതിന് വലിയ കാരണം ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. നമ്മൾ ഇന്ന് ഇപ്പൊ പോയി നോക്കിയാലും ഈ പറയുന്ന ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട മൈനുകളായിക്കോട്ടെ, അല്ലെങ്കിൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം റൺ ചെയ്യുന്നത് ഈ ഗ്ലോബൽ നോർത്തിൽ ഏതെങ്കിലും വലിയൊരു MNC ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയിരിക്കും റൺ ചെയ്യുന്നത്. ഇപ്പൊ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യമൊക്കെ ഈ പറയുന്ന കാലാകാലങ്ങളായി ഈ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ ഊത്തിപ്പിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ അവിടുത്തെ മിനറൽസ് അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സസ് ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ. അതേ കണക്ക് USA. ഓക്കെ, അതേ കണക്ക് തന്നെ ബ്രസീലിലേക്ക് നമ്മൾ ബ്രസീലിലും വെനസ്വേലയിലൊക്കെ പറഞ്ഞാൽ ഇതേ സെയിം രീതിയിലാണ് US ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട മൈനിങ്, അവിടുത്തെ റിസോഴ്സസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഗ്ലോബൽ നോർത്താണ്. അതിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ആ പറയുന്ന രാജ്യങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് പോലും പ്രോപ്പറായ വേതനം പോലും ലഭിക്കുന്നില്ല. അപ്പൊ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ എക്കോണമി സ്റ്റാഗ്നന്റ് ആയി പോകാൻ പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ നോർത്ത് തന്നെയാണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റാഗ്നേഷനെ അട്ടിമറിക്കല്ല ഓവർകം ചെയ്യാനായിട്ടുള്ള പല പല അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്, കോർപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുക. ഇതാണ് IMF. ഓക്കെ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്താണെന്നും WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണെന്ന്. അടുത്തതായി ഈ പറയുന്ന WTOനെയും IMFനെയും വേൾഡ് ബാങ്കിനെയും ഒക്കെ കൗണ്ടർ ചെയ്യാനായി തുടങ്ങിയ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മോഡ്യൂളിൽ. ഓക്കെ, മേജർ ഓർഗനൈസേഷൻസ് ഇൻ IR. ഓക്കെ, മേജർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്രെട്ടൺ വുഡ്സ് അഗ്രിമെന്റ് വരികയാണ്. എന്താണ് ബ്രെട്ടൺ വുഡ്സ് അഗ്രിമെന്റ് എന്ന് നോക്കാം. Bretton Woods Conference was formerly called the United Nations Monetary and Financial Conference. Bretton Woods Conference ആദ്യം വിളിച്ചിരുന്നത് എന്താണ്? United Nations Monetary and Financial Conference. Signed on 1994 by 44 states, ന്യൂ ഹാംസ്പെയർ, USA വെച്ചാണ് സൈൻ ചെയ്യുന്നത്. ഈ ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ വേൾഡ് വാർ 2 ശേഷം ഈ പറയുന്ന രാജ്യങ്ങൾക്ക് എന്തുണ്ട്? വളരെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ എക്കോണമി എന്ന് പറഞ്ഞാൽ തകർന്നു പോയി. കാരണം പുരുഷന്മാരെല്ലാം യുദ്ധത്തിന് പോയി, സ്ത്രീകൾ മാത്രമാണ് നാട്ടിലുള്ളത്. പുരുഷന്മാരുടെ യുദ്ധത്തിന് പോയ നല്ലൊരു ശതമാനം ആൾക്കാർ മരണപ്പെട്ടു, ജോലി ചെയ്യാൻ ആളില്ല, അതേ കണക്ക് തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, കൃഷി നടക്കുന്നില്ല. അങ്ങനെ യുദ്ധത്തിന് ശേഷം ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം എന്ത് പറ്റി? സാമ്പത്തികമായി തകർന്നു നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ടൈമിലാണ് ഈ പറയുന്ന കോൺഫറൻസ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തകർന്നു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു മൾട്ടി ലാറ്ററൽ കോർപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിന്റെ പ്രധാന ഉദ്ദേശം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ തന്നെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ സഹായിക്കട്ടെ എന്ന രീതിയിൽ വന്ന ഒരു ഐഡിയ ആണ് ഈ പറയുന്ന ബ്രെട്ടൺ വുഡ്സ് അഗ്രിമെന്റ്. ഓക്കെ, ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് ഫോർമേഷൻ ഓഫ് 3 ബോഡീസ്. അങ്ങനെ ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന 3 ബോഡീസ്, ഒരു പ്രധാനപ്പെട്ട ലോകത്തിന്റെ സാമ്പത്തിക നയങ്ങളെ എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന 3 ബോഡീസ് വരുന്നത്. അതാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF എന്ന് പറയുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരുന്നത് 1944 അടുത്ത ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. ഈ IBRDA ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, മൗസ് ഇല്ലാത്ത കാരണമാണ് എഴുതാൻ കുറച്ച് പാട്. ഓക്കെ, മനസ്സിലാക്കുക. IBRDനെയാണ് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ,
വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ഈ ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് 1948 സ്റ്റാർട്ട് ചെയ്യുന്നു. ഗാട്ട് എന്ന് പറഞ്ഞാണ്. ഓക്കെ, ജനറൽ അഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രേഡ് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു ടാക്സ് എന്നല്ല പറഞ്ഞു, ട്രേഡ് നമ്മൾ താരിഫ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പൊ താരിഫ് നിശ്ചയിക്കാനും അല്ലെങ്കിൽ ഇന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന കൊണ്ടുവന്ന് പോകുമ്പോൾ എത്രത്തോളം താരിഫ് ഏർപ്പെടുത്താം എന്ന രീതിയിലൊക്കെ ഒരു ജനറൽ അഗ്രിമെന്റ്, രാജ്യങ്ങൾ തമ്മിലൊരു അഗ്രിമെന്റ് വരുന്നതാണ് ഗാട്ട് എന്ന് പറയുന്നത്. ഈ ഗാട്ടിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? WTO എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് പേര് ഒഫീഷ്യലി മാറുന്നതാണ്. ഓക്കെ, പേര് ഒഫീഷ്യലി മാറും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നതാണ്. ഇന്ന് ഗാട്ടില്ല. ഗാട്ടിനെയാണ് നമ്മൾ WTO എന്ന് വിളിക്കുന്നത്. 1994 1995 നമുക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ IBRD പേര് ഒഫീഷ്യലി അങ്ങനെ മാറിയതൊന്നുമല്ല. ഈ പറയുന്ന ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതായത് ഈ തകർന്ന രാജ്യങ്ങൾക്ക്, ലോക യുദ്ധങ്ങൾ കാരണം തകർന്ന രാജ്യങ്ങൾക്ക്, എക്കണോമിക് സ്റ്റാഗ്നന്റ് ആയി പോയ രാജ്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടെയാണ് IBRD. പിന്നീട് ലോകം വിളിച്ചു മാറിയ പേരാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ജനറൽ അഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് എന്ന പേര് ഒഫീഷ്യലി അങ്ങ് മാറുന്നു. ആ അഗ്രിമെന്റ് ആയിട്ടല്ല മാറുന്നത്, അതൊരു ഓർഗനൈസേഷനായി മാറുകയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ട് അത് മാറുന്നു. ഓക്കെ, Bretton Woods system collapsed in 1970s after the oil shock crisis in 1971. USA abandoned the system of fixed exchange rates. Okay, അതായത് ബ്രെട്ടൺ വുഡ് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അന്ന് വരെ ഫോളോ ചെയ്തിരുന്ന ഒരു എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ് സംവിധാനം കൊണ്ടുവന്നൊരു എക്കണോമിക് സിസ്റ്റം മാറി മറിയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓയിൽ ഷോക്ക് ക്രൈസിസ് ആണ്. ഈ ഓയിൽ ഷോക്ക് ക്രൈസിസ് വരാൻ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതായത് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തു? അറബ് രാജ്യങ്ങൾ ഈ പറയുന്ന ഒരു സാങ്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു എംബാർഗോ കൊണ്ടുവന്നു. അതായത് അന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കെല്ലാം ഈ പറയുന്ന എംബാർഗോ കൊണ്ടുവരുന്നു. അതായത് അവർ ഓയിൽ തരില്ല എന്ന് പറയുകയാണ് അറബ് രാജ്യങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗ്യമായിട്ട് ഒരു ലോകത്തിൽ മൊത്തം ഈ പറയുന്ന ഓയിൽ ഷോക്ക് ക്രൈസിസ് വരികയാണ്. ഓക്കെ, അപ്പം USA എന്ത് ചെയ്തു? അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ അബാൻഡൻ ചെയ്യുകയാണ്. ഓക്കെ, ഈ പറയുന്ന അഗ്രിമെന്റ്സ് എല്ലാം വന്നിരുന്ന ഒരു എക്സ്ചേഞ്ച് പറഞ്ഞില്ല, ഒരു ജനറൽ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു താരിഫ് ആൻഡ് ട്രേഡിന്. അപ്പം ഈ പറയുന്ന താരിഫ് ആൻഡ് ട്രേഡിനെ അല്ലെങ്കിൽ അന്ന് വരെ ലോകത്തിൽ ഇത്രയും ഒരു ഫിക്സഡ് ആയിട്ടൊരു റേറ്റ് ഉണ്ടായിരുന്നു ഒരു ട്രേഡ് നടത്തുന്ന ടൈമിൽ. അതെല്ലാം എന്ത് ചെയ്യപ്പെടുകയാണ്? അതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് ഈ ഓയിൽ ക്രൈസിസിൽ. കാരണം USA അന്ന് എംബാർഗോ കിട്ടിയതാണ്. ഈ അറബ് രാജ്യങ്ങളായിട്ട് എംബാർഗോ കിട്ടിയ പ്രധാനപ്പെട്ട രാജ്യമാണ് ഈ USA എന്ന് പറയുന്നത്. കാരണം USA എല്ലാ കാലത്തും ഇസ്രായേലിന്റെ അലയായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ US എന്ത് ചെയ്യുന്നു? അന്ന് വരെ ഉണ്ടായിരുന്ന ജനറൽ അഗ്രിമെന്റ്സ് എല്ലാം കാറ്റിൽ പറത്തി കളയുകയാണ്. ഓക്കെ, അങ്ങനെ ബ്രെട്ടൺ വുഡ്സ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം തകർന്നു പോവുകയാണ്. പക്ഷെ എന്ത് പറ്റുന്നുണ്ട്? ഇത് തിരിച്ചു വരുന്നുണ്ട്. IMF. അപ്പൊ നമുക്ക് IMF വെച്ച് നോക്കി തുടങ്ങാം. ഓക്കെ, എസ്റ്റാബ്ലിഷ് 1944 അറ്റ് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ്. ഓക്കെ, IMF-ൽ ഇന്ന് 190 മെമ്പേഴ്സ് ആണുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? IMF-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടണിലാണ്. ടു മെയിൻറ്റെയിൻ സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ്സ്, അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്സ് അറിയാലോ. ഇപ്പൊ ഗോൾഡ് വെച്ച് റിസർവ് വെച്ച് എക്സ്ചേഞ്ച് റേറ്റ് നടത്തുന്ന രാജ്യങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്സിന്റെ മോണിറ്റർ ചെയ്യുക, അത് സ്റ്റേബിൾ ആയി കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നതാണ് ഈ IMF-ന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. എക്കണോമിക്സിനെ കുറച്ചുകൂടെ ധാരണയുള്ള ആൾക്കാർക്ക് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാവും. ഓക്കെ, ഞാൻ എക്കണോമിക്സിൽ അത്ര ഒരു സേഫ് ആയ ഒരാളല്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ ആളല്ല. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വായിച്ചു വെക്കുക. ടു ഗിവ് റിസോഴ്സസ് ടു കൺട്രീസ് ഫേസിംഗ് എ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്, ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ. ഓക്കെ, ഓക്കെ, അപ്പം റിസോഴ്സ് കൺട്രീസ് ഫേസിംഗ് എ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ. അപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ്, നമ്മൾ ഒരുപാട് ഫോറിൻ ലോണിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അതേ കണക്ക് തന്നെ ഓയിലിന്റെ വില കൂടുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? നമ്മുടെ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരികയാണ്. ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ആണ് നമ്മൾ പഠിച്ചിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ വന്ന ഒരു ഷോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇതൊക്കെ പറയുന്ന ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ആണ്. ഇന്ത്യയിലും ഉണ്ടായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് 1990s ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഓക്കെ, ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ, അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മോണിറ്ററി കോപ്പറേഷൻ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് IMF-ന്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്താണ് ക്രോണൽ ലിസ്റ്റ് ഓഫ് IMF മാനേജിംഗ് ഡയറക്ടേഴ്സ്. ഇതുവരെ ഉണ്ടായിരുന്ന IMF-ന്റെ ഡയറക്ടർമാരുടെ പേരും രാജ്യവും വർഷവുമാണ് കൊടുത്തേക്കുന്നത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമല്ല. പക്ഷെ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ എല്ലാവരും പഠിക്കാത്തത് നമ്മൾ പഠിക്കണം. ഓക്കെ,
ഇപ്പം എല്ലാവരുടെ പേരൊന്നും വായിക്കുന്നില്ല, പല രാജ്യങ്ങളും ഇപ്പൊ ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം നിലവിലുള്ള ആളുടെ പേരാണ് ക്രിസ്റ്റലീന ജോർജിയവ എന്ന് പറയുന്ന പുള്ളിക്കാരി. ബൾഗേറിയയിലെ ഒരു എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, ബൾഗേറിയയിൽ വളരെ ഫേമസ് ആയ ഒരു എക്കണോമിസ്റ്റ് ആണ്. പുള്ളിക്കാരിയാണ് ഇപ്പം ഈ പറയുന്ന മാനേജിംഗ് ഡയറക്ടറായിട്ട്, IMFന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ക്രിസ്റ്റലീന ജോർജിയവ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ്. ബൾഗേറിയൻ സ്വദേശിയാണ്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ വായിച്ച് വെക്കുക. ഓക്കെ, പറയുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ വായിച്ചു വെക്കുക. കമീൽ ഗട്ട് ആണ് ഫസ്റ്റത്തെ IMFന്റെ മാനേജിംഗ് ഡയറക്ടർ, ബെൽജിയം സ്വദേശിയായിരുന്നു. IMFന്റെ ഡയറക്ടർമാരെ കാട്ടി കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടേഴ്സിനെ കുറിച്ചായിരിക്കും നമുക്ക് നോക്കാം. അടുത്ത വേൾഡ് ബാങ്ക്, എസ്റ്റാബ്ലിഷ്ഡ് ആസ് 1944 ആസ് IBRD. ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് ബാങ്ക് ഇപ്പം 189 മെമ്പേഴ്സ് ഉണ്ട്. അതിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? വാഷിംഗ്ടണിൽ തന്നെയാണ് വരുന്നത്. പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ലോൺസ് ഫോർ കൺട്രീസ് ഇൻ നീഡ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ IBRDയുടെ ഫുൾ ഫോം പോലെ തന്നെയാണ്. ഓക്കെ, എക്കണോമിക്കലി എന്തെങ്കിലും പ്രശ്നം നേരിടുന്ന രാജ്യങ്ങൾക്ക് ആ നാട്ടിൽ ഡെവലപ്മെന്റിന് വേണ്ടി, സസ്റ്റൈനബിൾ ആയ ഡെവലപ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ എക്കോണമി തകർന്നുകൊണ്ടിരിക്കുന്ന എക്കോണമി സംരക്ഷിക്കാനൊക്കെ വേണ്ടിയാണ് വേൾഡ് ബാങ്കിന്റെ കാര്യമായ ഇടപെടൽ നടക്കുന്നത്. പക്ഷേ ഒരു ക്രിറ്റിസിസം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ IMFും വേൾഡ് ബാങ്കും എന്ന് പറയുന്ന സിസ്റ്റം ഒക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ നോർത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഈ IMFും വേൾഡ് ബാങ്കിലും ഒക്കെ ഒരു ടൈപ്പ് ഓഫ് വെയ്റ്റഡ് വോട്ടിംഗ് സിസ്റ്റം എന്നാണ്, അതിന് വെയ്റ്റഡ് വോട്ടിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന IMFിനും വേൾഡ് ബാങ്കിനും ഒക്കെ എന്തുണ്ട്, ഇവർക്ക് ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇവർക്ക് ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഈ പറയുന്ന രാജ്യങ്ങൾ, ഇതിലെ മെമ്പേഴ്സ് ആയ രാജ്യങ്ങളാണ് ഈ പറയുന്ന വേൾഡ് ബാങ്കിനും IMFിനും ഒക്കെ എന്ത് ഒരു നിശ്ചിത തുക വെച്ച് ഡൊണേഷൻസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ വോട്ടിംഗ് കിട്ടുക. ഓക്കെ, ഈ പറയുന്ന US-നൊക്കെ എനിക്ക് തോന്നുന്നു 13-14% വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രാൻസിനും US-നും ജർമ്മനിക്കും, അതായത് ഈ വെസ്റ്റേൺ കൺട്രീസിനൊക്കെ, UK-ക്കൊക്കെയാണ് വോട്ടിംഗ് പെർസെന്റേജ് വളരെ വലിയ കൂടുതൽ. ഇന്ത്യക്കൊക്കെ എനിക്ക് തോന്നുന്നു 2 to 3% അങ്ങാണ്ട് വോട്ടിംഗ് പെർസെന്റേജ് ഉള്ളൂ. ഓക്കെ, അപ്പം ഡൊണേഷൻസ് കൂടുതൽ കൊടുക്കുന്ന രാജ്യങ്ങൾക്കാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിന് എത്ര ഫണ്ട് കൊടുക്കാന്നുള്ള തീരുമാനത്തിൽ കൂടുതൽ വെയിറ്റേജ് കിട്ടുക. അപ്പൊ ഡൊണേഷൻസ് കൂടുതൽ സ്വാഭാവികമായിട്ട് ആരായിരിക്കും കൊടുക്കുന്നത്? ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും കൂടുതലായി സ്വാഭാവികമായിട്ടും എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന ഡൊണേഷൻസ് കൊടുക്കുക ഈ വേൾഡ് ബാങ്കിനും IMFിനും ഒക്കെ. അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്കും IMFും ഒക്കെ ലോൺ കൊടുക്കണോ, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിൾ ആയി പോയാൽ മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ലോകത്തിലെ സാമ്പത്തിക ശക്തികളോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങളോ തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പൊ ക്യൂബയിലൊക്കെ എന്തുണ്ട്, ക്യൂബയിലൊക്കെ പറയുന്ന എക്കണോമി അത്ര സ്റ്റേബിൾ ആയ രാജ്യമല്ല ക്യൂബ. പക്ഷെ ക്യൂബ എന്താണ്? ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഇപ്പം സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്നും ലോകത്തിൽ സോഷ്യലിസം എന്ന് പറയുന്ന ആശയം വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഒരു പരിധിക്ക് വരെ, ഒരു പരിധി വരെ ക്യൂബയിലുള്ള ഒരു പരിധി വരെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അത് അങ്ങനത്തെ രാജ്യമാണ് ക്യൂബ. ഓക്കെ, ക്യൂബയിൽ പക്ഷെ എന്തുണ്ട്? US-ന്റെ സാങ്ഷൻസ് ഉണ്ട്, US-ന്റെ എക്കണോമിക് സാങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂബയിൽ വളരെ വലിയ തോതിൽ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്, എക്കോണമി സ്റ്റേബിൾ അല്ല. ഇതിനെല്ലാം വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ US ആണ്. പക്ഷെ എന്തൊട്ടും ഈ പറയുന്ന അവിടെ എക്കണോമിക് സ്റ്റേബിൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഈ വേൾഡ് ബാങ്കോ അല്ലെങ്കിൽ ഈ പറയുന്ന IMFോ ഒന്നും ഈ പറയുന്ന ക്യൂബയെ പോലത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ഒരു രീതി പിന്തുടർന്ന, അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ്സ് രാജ്യങ്ങളെ സഹായിക്കാറില്ല. കാരണം എന്താണ്? ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിലെ, അല്ലെങ്കിൽ റൈറ്റ് വിങ് പൊളിറ്റിക്സ് കാര്യം ചെയ്യുന്ന ഈ ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം അവര് തീരുമാനിക്കും വേണോ വേണ്ടയോ കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് ഈ വേൾഡ് ബാങ്കിനെ IMFിനെ കുറിച്ചുള്ള ഒരു വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അസേഷൻ റീസണിലൊക്കെ ചോദിക്കാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വേൾഡ് ബാങ്കിനെ കുറിച്ചുള്ള IMFിനെ കുറിച്ചുള്ള വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിന്റെ, അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾ ഒരു കളിപ്പാവയായിട്ടാണ് ഈ പറയുന്ന വേൾഡ് ബാങ്കും IMFും ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ. അതുമാണ്. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് 1st January 1995. ഓക്കെ, 1995-ലാണ് ഈ പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ GATT വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആകുന്നത് എപ്പോഴാണ്? 1995-ലാണ്. ഒരു അഗ്രിമെന്റ് വഴിയാണ്. നമുക്ക് നോക്കാം, മറാക്കേഷ് എന്ന് പറഞ്ഞ അഗ്രിമെന്റ് വഴിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റീപ്ലേസ് ദ GATT ഇൻ 1995. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ? ജനീവയിലാണ് കേട്ടോ. 8 rounds of GATT talks to WTO. അതായത് ഈ GATT-നെ WTO-യിലേക്ക് മാറുന്നതിന് മുമ്പേ ഒരു ടോക്സ്, അതായത് ഇതിനകത്ത് ഈ GATT-ൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തമ്മിൽ എന്ത് നടന്നിട്ടുണ്ട്? ഈ അവരുടെ ഫോറിൻ മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകളും തമ്മിൽ
നമ്മൾ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ കേട്ടില്ലേ? റൗണ്ട് ടേബിൾ കോൺഫറൻസ് പോലെ കുറെ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ട് പല വർഷങ്ങളെടുത്ത് എന്ത് നടന്നിട്ടുണ്ട്? ഒരുപാട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഗാട്ട് റീപ്ലേസ് ചെയ്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഗാട്ട് ജനീവ 1947 അത് ഞാൻ NSC ഒരു ടോക്ക് നടക്കുന്നുണ്ട്, ടോക്കിൽ നടക്കുന്നുണ്ട്, ജനീവയിൽ നടക്കുന്നുണ്ട്. പിന്നെ ജനീവയിൽ 1960 നടന്ന ടോക്കിനെയാണ് ഡിലൻ റൗണ്ട് എന്ന് പറയുന്നത്. പിന്നീട് കെനഡി റൗണ്ട് എന്ന് പറയുന്നുണ്ട് 1964-67. പിന്നീട് ടോക്കിയോ റൗണ്ട് വരുന്നത് 1970-79. പിന്നീടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഉറുഗ്വേ റൗണ്ട് വരുന്നുണ്ട്. ഉറുഗ്വേ റൗണ്ടിന് ശേഷമാണ് ഉറുഗ്വേ റൗണ്ട് ആണ് ഈ ഗാട്ട് റീപ്ലേസ് ആയിട്ട് ഈ പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആവാനുള്ള പ്രധാന ടോക്ക് നടന്നത് ഈ പറയുന്ന ഉറുഗ്വേ റൗണ്ടിലാണ്. ഉറുഗ്വേ റൗണ്ടാണ് WTOയുടെ ഫോർമേഷന് കാരണമായ റൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടോക്ക് നടന്ന ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് പോലെ ഒരു റൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറാക്കേഷ് അഗ്രിമെന്റ്. അപ്പം അന്ന് ഈ പറയുന്ന ഗാട്ടിനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? മറാക്കേഷ് അഗ്രിമെന്റ് വഴിയാണ്. ഓക്കെ, 1994 അങ്ങനെ 1994 അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓഫീസിൽ വരുന്നു. പർപ്പസ്: വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓവർലുക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ടാരിഫ്സ്. ഓക്കെ, അപ്പൊ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ലോകത്ത് നടക്കുന്ന ട്രേഡിന്റെയും താരിഫ്സിന്റെയും ഒക്കെ ഈ പറയുന്ന റൂൾസ് എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളമാണ് ഈ പറയുന്ന താരിഫ് ചുമത്താൻ കഴിയുക, അല്ലെങ്കിൽ അമിതമായ താരിഫ് ചുമത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുക രാജ്യങ്ങൾ, ഇപ്പം US ചൈനയും തമ്മിൽ എന്താണ് ഈ ഒരു താരിഫ് വാർ തന്നെ നടക്കുന്നുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ? അതായത് ഈ പറയുന്ന US അവിടെ താരിഫ് കൂട്ടും, ഇപ്പം ചൈന സാധനം എടുക്കില്ല, എക്സ്പോർട്ട് കുറയ്ക്കും. അപ്പം അല്ലെങ്കിൽ ഡോളർ ഡീവാല്യൂ ചെയ്ത് ചൈന വെക്കും, അപ്പം US ഇവിടെ താരിഫ് കൂട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു താരിഫ് വാർ തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളെല്ലാം ഇതിനെ ഓവർലുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന WTO ആണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡസ് നോട്ട് ഫേവർ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പൽ. ഓക്കെ, അതായത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞ് ചില രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ട് കൂടുതലും അയൽ രാജ്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ ഇന്ത്യക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇന്ത്യക്ക് ഈ പുൽവാമ അറ്റാക്ക് നടക്കുന്നവരെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് പാകിസ്ഥാൻ കൊടുത്തിരുന്നു. ഓക്കെ, അപ്പം പാകിസ്ഥാൻ ആ അറ്റാക്കിന് ശേഷമാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ എടുത്ത് കളയുന്നത്. അതായത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന രാജ്യവുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? അധികം താരിഫ് ഒന്നും ചുമത്തില്ല, വളരെ ലീനിയന്റ് ആയ താരിഫ് മാത്രമാണ് ഉണ്ടാവുക. അതാണെങ്കിൽ ട്രേഡ് കുറച്ചുകൂടെ സുസ്ഥിരമായി രീതിയിൽ നടക്കാൻ സാധിക്കുന്നു. അപ്പൊ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, WTO ഇത്തരത്തിലുള്ള ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ചൈന എൻറ്റർ WTO in 2001 ദോഹ റൗണ്ട്. അപ്പൊ ചൈന എപ്പോഴാണ് എൻ്റർ ചെയ്യുന്നത്? ചൈന എൻ്റർ ചെയ്യുന്നത് WTO 2001 ദോഹ റൗണ്ടിലാണ്. ഓക്കെ, ഓക്കെ, പിന്നെ ഗാട്ട് WTO നെഗോസിയേഷൻ റൗണ്ട്സ്. ഓക്കെ, അപ്പം ചൈന എൻ്റർ ചെയ്യുന്നത് 2001 ദോഹ റൗണ്ടിലാണ്. ഇന്ത്യ എപ്പോഴാണ് എൻ്റർ ചെയ്യുന്നത്? ഇന്ത്യ 1995 തന്നെ കേട്ടോ. ഈ പറയുന്ന WTO ഫോം ആയ ടൈമിൽ തന്നെ ഒരു മെമ്പർ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, 1995 തന്നെ ഇന്ത്യ WTO എൻ്റർ ചെയ്തിട്ടുണ്ട്. ഗാട്ട് WTO നെഗോസിയേഷൻ റൗണ്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ അതേ കാര്യം തന്നെയാണ്. ഓക്കെ, എന്താണ് ഒരു എട്ടോളം റൗണ്ടുകൾ നടന്നു, 8 കൂടുതൽ റൗണ്ടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് നടക്കുന്നു? ഈ പറയുന്ന ഗാട്ട് ജനറൽ അഗ്രിമെന്റ് ഓഫ് ഒരു അഗ്രിമെന്റിനെ ഒരു ഓർഗനൈസേഷനായി മാറുകയാണ്. അങ്ങനെ ഉറുഗ്വേ റൗണ്ട് നടക്കുന്നു. അവസാനം ഉറുഗ്വേ റൗണ്ടിന്റെ ഭാഗമായിട്ട് ഉറുഗ്വേ റൗണ്ടിന്റെ ഭാഗമായിട്ട് ട്രേഡ് സിസ്റ്റം എക്സിക്യൂട്ടീവ് ഏരിയസ് സച്ച് ആസ് സർവീസ് ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി rules covering agriculture, textiles reform and agreement to create the World Trade Organization established in 1995. നിങ്ങൾ മനസ്സിലാക്കുക, ഉറുഗ്വേ റൗണ്ടിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗാട്ടിനെ റീപ്ലേസ് ചെയ്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്ത് നടക്കുന്ന ട്രേഡിന്റെ കാര്യങ്ങളെല്ലാം സ്ലൈഡിൽ ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ അല്ലേ? മെസ്സേജ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ സ്ലൈഡ്?
ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ 2001 ഞാൻ പറഞ്ഞ പോലെ ദോഹ റൗണ്ട് ലോഞ്ച്ഡ് ബൈ WTO. ദോഹ റൗണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദോഹ റൗണ്ട് വഴിയാണ് ഈ പറയുന്ന ചൈന WTOയുടെ ഭാഗമാകുന്നത്. അപ്പൊ നിങ്ങൾ പ്രധാനപ്പെട്ട റൗണ്ട്സ് എന്ന് പറയുന്നത് ഉറുഗ്വേ റൗണ്ടും ദോഹ റൗണ്ടും ആണ്. ഓക്കെ, അടുത്താണ് ഡയറക്ടർ ജനറൽസ് ഓഫ് WTO. ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, പീറ്റർ സദർലാൻഡ് ആണ് ആദ്യത്തെ ഡയറക്ടർ ജനറൽ WTOയുടെ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന ആരാണ്? ഓക്കെ, ഞാൻ ഈ പേര് പ്രൊണൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റും, അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കി വെക്കുക. ഓക്കെ ഓക്കെ, ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലിന്റെ പേരാണ് ഗോസി ഒഗോഞ്ചോ അൽവാല എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ജനറൽ ആണ് ഇപ്പോൾ ഉള്ളത്. WTOന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആണ്. അപ്പൊ ആദ്യ ഡയറക്ടർ ജനറൽ ആണ് പീറ്റർ സദർലാൻഡ്. അപ്പൊ ഇത്ര ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 7 പേരേ ഉള്ളൂ. കാരണം 1995 ഫോം ആയ ഒരു ഓർഗനൈസേഷൻ ആണ്. IMFന്റെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1945 ഫോം ചെയ്തതാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒന്ന് നോക്കി വെക്കുക ഈ 7 ആൾക്കാരുടെ പേര്. കാരണം ഞങ്ങളുടെ നെറ്റ് എക്സാം ഒക്കെ എഴുതാൻ നേരത്ത് എന്താണ് സ്ഥിരം ഈ പറയുന്ന WTOയുടെ ഡാറ്റ ജേർണലിസ്റ്റിനെ ആസ്പെക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കി വെക്കുക. അടുത്തതാണ് AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ Investment Bank is a multilateral development bank that provides financing for infrastructure projects in Asia. അപ്പം ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. മൾട്ടിലാറ്ററൽ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? പല രാജ്യങ്ങളുടെ കോർപ്പറേഷനിലൂടെ നടക്കുന്നതാണ് നമ്മൾ മൾട്ടിലാറ്ററൽ എന്ന വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക് that provides financing for infrastructure projects in Asia. അപ്പം ഏഷ്യയിൽ വരുന്ന ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ടി അതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ബാങ്ക് ആണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഓക്കെ എന്ന് പറയുന്നത്, ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കൗണ്ടർ WTO ഒക്കെയാണ് കേട്ടോ. കൗണ്ടർ WTO, വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വലതുപക്ഷ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിൽ വരുന്ന ഡെവലപ്ഡ് ആയ രാജ്യങ്ങളുടെ എന്താണ് ചൊൽപ്പടിക്ക് നിൽക്കാതെ ഏഷ്യയിലെ രാജ്യങ്ങൾക്ക് ഈ പറയുന്ന അവർക്ക് വേണ്ട രീതിയിൽ ഫണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. Chinese President Xi Jinping first mentioned the concept of a China-led multilateral financial institution in 2013. Okay, at Asia Pacific Economic Cooperation Summit. അതായത് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സമ്മിറ്റ് ഇന്തോനേഷ്യ നടക്കുന്നത് 2013. അപ്പോഴാണ് ചൈനീസ് പ്രസിഡന്റ് ആയ ഷീ ജിൻപിങ് ഈ പറയുന്ന ഒരു ചൈന ലെഡ് ചെയ്തിട്ടുള്ള, ഓക്കെ ഈ പറയുന്ന ബാങ്കിനെ ആരാണ് ലീഡ് ചെയ്തത്? ചൈനയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഈ പറയുന്ന ചൈനയുടെ വേറൊരു എക്കണോമിക് പോളിസി ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ കാണാം. അതായത് ഏഷ്യയില് അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ മുകളിൽ ഒരു ആധിപത്യം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു ബാങ്കായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പോളിസി ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. പക്ഷെ ഇതിന്റെ പ്രധാന ഒരു വലിയൊരു പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെയും IMFന്റെ ഒക്കെ ഈ സാധാരണ രാജ്യങ്ങളുടെ മുകളിലുള്ള കുതിരകളി അവസാനിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടെ ചൈനയ്ക്ക് ഉണ്ട് ഇതിനകത്ത്. The main objective was to provide developing countries with an alternative to Western lending institutions like the World Bank and the IMF. Okay, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. അതായത് ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവിനെ കൊണ്ടുവരിക. കാരണം അവരുടെ രാജ്യത്ത് ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഒരു ലോൺ എടുക്കാനോ കടം എടുക്കാനോ ഈ വേൾഡ് ബാങ്കിനെയും IMFനെയും ആശ്രയിക്കാതെ ഏഷ്യയിലെ സാധ്യതകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങളിൽ കളിപ്പാവായി നിൽക്കുന്ന ഈ പറയുന്ന വെസ്റ്റേൺ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആശ്രയിക്കാതെ ഏഷ്യയിൽ തന്നെ ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ഫണ്ട് വിനിയോഗിച്ചു കൊണ്ട് തന്നെ ഏഷ്യയിലെ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വരുന്നത്. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2000 January 16. ഓക്കെ, വളരെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയത്, ഒരു 3 കൊല്ലം എടുത്തുള്ളൂ. 2013 പറയുന്നു, ഐഡിയ പറയുന്നു 2014 എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബെയ്ജിംഗിലാണ്, ചൈനയിലെ ബെയ്ജിംഗിലാണ്. ടു ഫൈനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന്റെ ഏഷ്യ പസഫിക് റീജിയൻ. ഓക്കെ, ഏഷ്യ പസഫിക് റീജിയനിലുള്ള രാജ്യങ്ങളുടെ ഫൈനാൻസ് ചെയ്യുക, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഫൈനാൻസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. ഏകദേശം 109 രാജ്യങ്ങളുണ്ട്. ഓക്കെ, ഇന്ത്യ എന്താണ് ഇതിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ഇന്ത്യ ഈ പറയുന്ന AIIBയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. Membership in AA shall be open to the members of the World Bank or the Asian Development Bank.
ഓക്കെ, അപ്പൊ ഈ മെമ്പർഷിപ്പ് ആർക്കൊക്കെ, ഈ ഏഷ്യ പസഫിക് രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ എന്തുണ്ട്, വേൾഡ് ബാങ്കിലെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെയും ഒക്കെ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ SSCയുടെ ഒരു ബാങ്ക് ആണ് കേട്ടോ. എന്ത് ചെയ്യാം, അവർക്കും വേണമെങ്കിൽ ഏഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന AABയുടെ ഭാഗമാകാം. 16 of the G20 members are AAB members or prospective ones. Only the United States, Japan, Mexico and European Union are not its members. അപ്പം എന്താണ് ഈ പറയുന്ന G20 ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങളുടെ ഏകദേശം 16 രാജ്യങ്ങൾ ഈ പറയുന്ന AABയിലെ മെമ്പേഴ്സ് ആണ്. പക്ഷെ ആരല്ല, യൂറോപ്യൻ യൂണിയൻ അല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ല, ജപ്പാന്, മെക്സിക്കോയും അല്ല. ഓക്കെ, ഈ പറയുന്ന 4 രാജ്യങ്ങൾ G20യിലുള്ള ഈ പറയുന്ന 4 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി 16 രാജ്യങ്ങളും ഈ പറയുന്ന AABയിലെ മെമ്പേഴ്സ് ആണ്. ചൈന ഇസ് ദ ബിഗസ്റ്റ് ഷെയർ ഹോൾഡർ, ഏകദേശം 27% വോട്ടിംഗ് ഷെയർ. ഓക്കെ, ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ, 8%, ഫോളോഡ് ബൈ റഷ്യ ആൻഡ് ജർമ്മനി. അപ്പം ചൈനയാണ് AABയുടെ ബിഗസ്റ്റ് ഷെയർ ഹോൾഡർ. അപ്പൊ നമ്മൾ ഈ വേൾഡ് ബാങ്കിലെല്ലാം പഠിച്ച അതേ സിസ്റ്റം തന്നെയാണ്, വെയിറ്റഡ് വോട്ടിംഗ് സിസ്റ്റം ആണ്. അപ്പം ആരാണോ കൂടുതൽ ഷെയർ നൽകുന്നത് അല്ലെങ്കിൽ ആരാണ് കൂടുതൽ ഡൊണേഷൻ നൽകുന്നത് അവർക്കായിരിക്കും കൂടുതൽ വോട്ടിംഗ് പെർസെന്റേജ് ഉള്ളത്. ഓക്കെ, അതായത് ഇപ്പം ചൈനയ്ക്ക് ആണ് കൂടുതൽ ഡൊണേഷൻ നൽകുന്നത്, അതുകൊണ്ട് ചൈനയ്ക്ക് 27% വോട്ടിങ്ങും ചൈനയുടെ കയ്യിലുണ്ട്. അതായത് 4-1 വോട്ടിങ്ങിനായിട്ട് കൂടുതൽ പെർസെന്റേജ് ചൈനയുടെ കയ്യിലാണ് ഈ പറയുന്ന AABയിൽ. അതായത് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ആണ്, 88% ഉണ്ട്. അത് കഴിഞ്ഞ് റഷ്യ വരുന്നു, ജർമ്മനി വരുന്നു. ഓക്കെ, ഇതൊരു ഒരു പിക്കാണ്, ഞാൻ ഓൺലൈനിൽ എടുത്തതാണ്, ഒരു ഇമേജ് ആണ്. ഈ ഇമേജിൽ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. AABയെ കുറിച്ചുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഇമേജിൽ തന്നെ പറയുന്നുണ്ട്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഓക്കെ, 81%, അതായത് ഇതിലുള്ള 109 രാജ്യങ്ങളുടെ പോപ്പുലേഷൻ മാത്രം ഏകദേശം 81% ഉണ്ട്. ഗ്ലോബൽ GDPയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ഏകദേശം 65% ഈ പറയുന്ന AABയിലെ രാജ്യങ്ങൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, AAB റൈവൽ ടു IMF, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, അതായത് ഈ പറയുന്ന IMFനെയും വേൾഡ് ബാങ്കിനെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ എല്ലാം കൗണ്ടർ ചെയ്യാനായിട്ട് ഇത് വരുന്നത്. മെമ്പർ കൺട്രീസ് 109, ഹെഡ് ക്വാർട്ടേഴ്സ് ബെയ്ജിംഗ് ആണ്, ഇന്ത്യ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. ഓക്കെ, മെമ്പർഷിപ്പ് G20 കൺട്രീസിലുള്ള 16 രാജ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. G20 കൺട്രീസിലുള്ള 16 രാജ്യങ്ങൾ, ഈവൻ UKയും സൗദി അറേബ്യയും വരെ, ഫ്രാൻസും എല്ലാം ഈ പറയുന്ന AABയുടെ മെമ്പേഴ്സ് ആണ്. പക്ഷെ ജപ്പാനും USA മെക്സിക്കോയും EU ഒന്നും മെമ്പേഴ്സ് അല്ല. ഓക്കെ, ആഫ്രിക്ക യൂണിയൻ. കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ബൈ ആരാണ്? ഷീ ജിൻപിങ് ആണ്. ഓക്കെ, അപ്പെക്കിന്റെ സമ്മിതി വെച്ചിട്ടാണ് ഇന്തോനേഷ്യയിൽ വെച്ച് ഈ പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒന്നും നിങ്ങൾ നോക്കണ്ട, കുഴപ്പമില്ല. ഇനി ഇന്ത്യയിലുള്ള പ്രോജക്ട്സ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഈ പറയുന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിന്റെ ഫണ്ടുകൾ വിനിയോഗിച്ച് നടത്തുന്ന പ്രോജക്ട്സ് ആണ് മുംബൈ അർബൻ ട്രാൻസ്ഫർ പ്രോജക്ട്, ആന്ധ്രാപ്രദേശിലെ റൂറൽ വാട്ടർ സെന്റർ, അർബൻ വാട്ടർ സപ്ലൈ പ്രോജക്ട്, ആസാം സ്ട്രോ പ്രോജക്ട്, ഡൽഹി മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസ്ഫർ സിസ്റ്റം, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഈ പറയുന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളാണ്. India is by the top recipient of AAB loans, according for almost 20% of bank loans. അതായത് AAB എന്നുള്ള ഏറ്റവും കൂടുതൽ കടം വാങ്ങിച്ചിട്ടുള്ള രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യ അതിന്റെ ഫൗണ്ടിങ് മെമ്പർ ആണ്, ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ്. അതേകണക്ക് തന്നെ AABയുടെ ഏറ്റവും റെസിപ്പിയന്റ് ആണ്. ഓക്കെ, AABന്ന് ഏറ്റവും കൂടുതൽ കടം ലോൺ എടുക്കുന്ന ഒരു ഹയസ്റ്റ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്, ഏകദേശം 20%. ഓക്കെ, 5-1 ആ AABയുടെ ഭാഗമായിട്ട് വരുന്ന 5-1 പ്രോജക്ട്സ് എവിടെയാണ് വരുന്നത്? ഇന്ത്യയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് AABയുടെയും ആസ്പെക്ട്. നോർത്ത് സൗത്ത് ഡയലോഗും ഓക്കെ, അപ്പൊ നമുക്ക് നോർത്ത് സൗത്ത് ഡയലോഗ് പറഞ്ഞാക്കാം. ഓക്കെ, നോർത്ത് സൈഡ് ഇത് ചെറിയൊരു മോഡ്യൂളാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും. North South dialogue. The idea of North South dialogue was articulated through the work of the so-called branded report. North South, a program for world survival and the brand commission for a new international economic model. അതായത് 1980 ഒരു വർക്ക് വരികയാണ്, ഒരു റിപ്പോർട്ട് വരികയാണ്. അതിനെ ബ്രാൻഡഡ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. അത് കാരണം അത് എഴുതിയ ആളുടെ പേരാണ് ബ്രാൻഡഡ്. ഓക്കെ,
നോർത്ത് സൗത്ത് എ പ്രോഗ്രാം ഫോർ വേൾഡ് സർവൈവൽ എന്ന ബ്രാൻഡ് കമ്മീഷൻ ഫോർ എ ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ. അതായത് ലോകത്തിൽ ഒരു പുതിയ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ വേണമെന്നൊരു ആവശ്യത്തോടെ വന്ന ഒരു ഗ്ലോബൽ എക്കണോമിക് റിപ്പോർട്ടാണ് ഈ പറയുന്ന ബ്രാൻഡഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് നോർത്ത് സൗത്ത് എ പ്രോഗ്രാം ഫോർ വേൾഡ് സർവൈവൽ. അത് എഴുതിയ ആളുടെ പേരാണ് ബ്രാൻഡഡ്. ഓക്കെ. Although the idea that the world is divided into a global north and a global south is based on economic disparities and differences in economic development, and it has neither been the only poverty and development issue nor the sole conception and theoretical basis. ഓക്കെ. അപ്പം ഒരു ഗ്ലോബൽ നോർത്ത് എന്നും ഗ്ലോബൽ സൗത്ത് എന്നും പറഞ്ഞ് ലോകത്തിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് എക്കണോമിക് ഡിസ്പാരിറ്റിയുടെ പേരിൽ മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനകത്തൊരു എന്താണ് ഒരു തിയറട്ടിക്കൽ ബേസിസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഐഡിയോളജിക്കൽ ആസ്പെക്റ്റും അതിനകത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ. അല്ലാതെ ഒരു പവർട്ടിയുടെ പേരിലും ഡെവലപ്മെന്റ് ഇഷ്യൂന്റെ പേരിലും മാത്രമല്ല, ഒരു ഐഡിയോളജിക്കൽ ആസ്പെക്റ്റും ഈ പറയുന്ന കാര്യങ്ങൾ എന്തുണ്ട്, ഈ പറയുന്ന നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടെന്ന് ആണ് പറയുന്നത്. ഓക്കെ. And the concept and features. The concept of north-south divides draws attention to the way in which inequality exists between rich, developed, and the poor developing countries. It highlights disparities in wealth, development, access to resources. Okay. അതായത് ഈ നോർത്ത് സൗത്ത് ഡിവൈഡിന്റെ പ്രധാന, ഞാൻ നേരത്തെയും പറഞ്ഞാണ്, ഞാൻ ക്ലാസ് ഒന്നിനെ പറഞ്ഞതാണ്, നോർത്ത് സൗത്ത് ഡിവൈഡിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രധാന ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന നോർത്ത്, ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്ന ഡെവലപ്ഡ് കൺട്രീസും ഈ പറയുന്ന ഗ്ലോബൽ സൗത്തിലുള്ള അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് ആയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പാരിറ്റി ആണ് ഈ പറയുന്ന ഒരു ഡിവൈഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും പറഞ്ഞ് വരച്ചു വെക്കുന്ന ഒരു പരിപാടിയല്ല. ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളെയും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങളെയാണ് നമ്മൾ യൂഷ്വലി ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവർ തമ്മിലുള്ള ഡിസ്പാരിറ്റി, വെൽത്ത് തമ്മിലുള്ള ഡിസ്പാരിറ്റി, ആ രാജ്യത്ത് നടക്കുന്ന ഡെവലപ്മെന്റ് ഡിസ്പാരിറ്റി, അല്ലെങ്കിൽ അസസ് ടു റിസോഴ്സ് എന്ന് പറയുന്നത്. അസസ് ടു റിസോഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ആഫ്രിക്കയിലെ കാര്യം. ഓക്കെ. ആഫ്രിക്കയിൽ എത്ര റിസോഴ്സ്ഫുൾ ആയ ആഫ്രിക്ക പോലൊരു കോണ്ടിനെന്റിലെ റിസോഴ്സസ് ഇന്ന് ഉപയോഗിക്കുന്നത് ആഫ്രിക്കയിലെ ജനങ്ങളല്ല. അല്ലെങ്കിൽ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ബ്രസീലിലും വെനസ്വേലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിലെ അവിടുത്തെ റിസോഴ്സസ് ഉപയോഗിക്കുന്ന ആരല്ല, അവിടുത്തെ ജനങ്ങളല്ല. ഭൂരിഭാഗം റിസോഴ്സസ് ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിലുള്ള ഈ പറയുന്ന വൻകിട മുതലാളി രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത് അവിടെ നിന്ന് ചോർത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മളിപ്പോ ഇന്ത്യയുടെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഡ്രെയിൻ ഓഫ് വെൽത്ത് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഇപ്പൊ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്താണ്, ഈ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന ടൈമിൽ ഇന്ത്യയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയ വെൽത്തിനെ കുറിച്ചാണ് ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഇന്ന് നമ്മുടെ ഒരു പക്ഷെ ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ ഇത്രത്തോളം സമ്പത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷെ ഇന്ത്യ ഡെവലപ്ഡ് നേഷനായി മാറിയേനെ എന്ന് പറയുന്നവരെ എന്താണ് ഒരു തിയറിസ്റ്റുകൾ ഉണ്ട്. ഓക്കെ. തിയറിസ്റ്റുകൾ ഉണ്ട്, അവകാശപ്പെടുന്ന തിയറിസ്റ്റുകൾ ഉണ്ട്. അപ്പം ഇന്നും ലോകത്തിലെ പല രാജ്യങ്ങളും എന്ത് നേരിടുന്നുണ്ട്, ഈ പറയുന്ന ഡ്രെയിൻ ഓഫ് വെൽത്ത് നേരിടുന്നുണ്ട്. അതായത് അവരുടെ നാട്ടിന്റെ സമ്പത്ത് പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല വികസിത രാജ്യങ്ങളും ഇപ്പം നിയോ കൊളോണിയലിസം ടൈമാണ്. അതായത് ഒരു കാലം വരെ കൊളോണിയലിസം ആയിരുന്നു. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു ന്യൂവർ പെർസ്പെക്റ്റീവ് വന്നു, നിയോ കൊളോണിയലിസം ആയി. അതായത് ഇപ്പം ആ രാജ്യത്ത് ഭരിക്കുന്ന ചിലപ്പോൾ ഗവൺമെന്റ് ഈ പറയുന്ന US-ഓ അല്ലെങ്കിൽ ഈ പറയുന്ന വികസിത രാജ്യങ്ങളോ ബാക്ക് ചെയ്യുന്ന ഗവൺമെന്റുകളായിരിക്കാം. ഓക്കെ. ഒരു പക്ഷെ അവരെ എതിർത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇപ്പൊ വെനസ്വേലയിലെ റീസെന്റ് ആയിട്ട് എന്താണ് സംഭവിച്ചത്, വെനസ്വേലയുടെ പ്രധാനമന്ത്രിയായിരുന്ന നിക്കോളാസ് മഡൂറോനെ എന്ത് ചെയ്തു, അമേരിക്ക കടത്തിക്കൊണ്ട് വന്നു. ഓക്കെ. കാരണം അദ്ദേഹം ഒരു അത്ര നല്ല നേതാവൊന്നും അല്ലായിരുന്നു, പക്ഷെ സ്റ്റിൽ ഒരു എന്താ സാമ്രാജ്യത്വ വിരുദ്ധനായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന US-ന്റെ അല്ലെങ്കിൽ ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾക്കെതിരെ നിന്ന ഒരാളായിരുന്നു. അപ്പൊ അയാൾക്ക് എന്ത് പറ്റി, അയാള് വാർ ക്രൈംസിന്റെ പേരിൽ അല്ലെങ്കിൽ അയാളെ നാർക്കോ ടെററിസത്തിന്റെ പേരിൽ അയാളെ കടത്തിക്കൊണ്ട് വരികയായിരുന്നു. അപ്പം ഇത്തരത്തിലാണ് ഇന്ന് ഈ പറയുന്നത് നോർത്ത് സൗത്ത് ഡിവൈഡ് ഒരു വലിയ പ്രശ്നം നേരിടുന്നത് ലോകം. ഓക്കെ. ഇപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഈ പറയുന്നത് ഞാൻ പറഞ്ഞു ആഫ്രിക്കയിലെ രാജ്യങ്ങളാണ് ഈ നോർത്ത് സൗത്ത് ഡിവൈഡിൽ ഏറ്റവും പോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അപ്പൊ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആഫ്രിക്കയിൽ ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ഓക്കെ. ആഫ്രിക്കയിൽ ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞ രാജ്യം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞ രാജ്യത്താണ് പണ്ട് സോഷ്യലിസ്റ്റ് രീതിയിൽ നടന്ന രാജ്യമായിരുന്നു. അപ്പൊ ഇപ്പൊ പുതിയൊരു ഇബ്രഹാം ട്രവോറെ എന്ന് പറയുന്ന ഒരു പുതിയ നേതാവ് വന്നു ആഫ്രിക്കയിൽ. പുള്ളി വന്നപ്പോ തന്നെ ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ മൈനുകളും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റങ്ങളും എല്ലാം നാഷണലൈസ് ചെയ്തു. ഓക്കെ. നാഷണലൈസ് ചെയ്തു. ഇതെല്ലാം ഗവൺമെന്റ് അണ്ടറിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഈ ഫ്രാൻസിന്റെയും US-ന്റെ എല്ലാം വലിയ മൈനിങ് കോർപ്പറേഷനുകളെല്ലാം അവിടെ നിന്ന് അടിച്ചിറക്കി. ആരായിരുന്നു അയാൾ വന്നു കയറിയപ്പോൾ തന്നെ പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിലിറ്ററി ഒരു ജനറലാണ് ഈ പറയുന്ന ഇബ്രാഹിം ട്രവോറെ. അങ്ങനെ വന്നു കയറുന്നു. അപ്പം തന്നെ ഈ പറയുന്ന എല്ലാ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും വന്ന വലിയ വലിയ മൈനിങ് കോർപ്പറേഷനെല്ലാം അടിച്ചു കളയാണ് ആ രാജ്യത്ത്. ഓക്കെ. അപ്പം ഈ പറയുന്ന അത്രത്തോളം ഈ പറയുന്ന ഗ്ലോബൽ സൗത്തിലുള്ള രാജ്യങ്ങൾ, ഈ പറയുന്ന ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾ
എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. The branded reports emphasize the interdependence of North and South, suggesting that the prosperity of the North is dependent on the development of the South. അതായത് ബ്രാൻഡഡ് റിപ്പോർട്ട് പറയുന്നത് ഈ ഗ്ലോബൽ നോർത്തിലെയും ഗ്ലോബൽ സൗത്തിലെയും രാജ്യങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. നോർത്തിന് ആരെ വേണം, സൗത്തിനെ വേണം. ഓക്കെ, അപ്പം ഈ പറയുന്ന ബ്രാൻഡ് റിപ്പോർട്ട് പറയുന്നത് നോർത്തിന് പ്രോസ്പെറിറ്റി വേണമെങ്കിൽ, ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾക്ക് പ്രോസ്പെറിറ്റി വേണമെങ്കിൽ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾ ഡെവലപ്പ് ആവുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്കാണ് കൂടുതലും റിസോഴ്സ്ഫുൾ ആയ രാജ്യങ്ങൾ വരുന്നത്. കാരണം ഗ്ലോബൽ സൗത്തിലാണ് ഏഷ്യ വരുന്നത്, ആഫ്രിക്ക വരുന്നത്, ഇതെല്ലാം ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ഡെവലപ്ഡ് ആയി വന്നാലേ ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾ പ്രോസ്പെറിറ്റി ഉണ്ടാവൂ എന്നാണ് ബ്രാൻഡഡ് റിപ്പോർട്ട് പറയുന്നത്. Among the characteristics of the North-South divide are difference in income levels, industrialization, technological advancement, access to resources. The North possesses the advanced technology and capital, while the South often faces poverty and dependency. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾ എന്തുണ്ട്, അവർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. കാരണം ഈ പറയുന്ന ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആണെങ്കിൽ എന്ത് വേണം, സമ്പത്ത് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ഒരു നേഷൻ ആണെങ്കിൽ എന്ത് വേണം, സമ്പത്ത് വേണം. അപ്പൊ ഈ പറയുന്ന സമ്പത്തുകളൊക്കെ എവിടെ നിന്നാണ് ഇവർ കൊണ്ടുപോകുന്നത്, ഗ്ലോബൽ സൗത്തിൽ നിന്നാണ് നല്ലൊരു ശതമാനം സമ്പത്ത് ഇവർ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ സൗത്തിന് അവിടെ എന്താണ് ഫേസ് ചെയ്യുന്നത്, സൗത്ത് അപ്പോഴും പട്ടിണിയും പരിവട്ടവും ഈ പറയുന്ന വേറെ ബാക്കിയുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡന്റ് ആയിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന കടങ്ങളെടുത്ത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് കടങ്ങളെടുത്തും, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസിലായി ഒക്കെയാണ് ഇന്നും ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾ ജീവിച്ച് പോകുന്നത്. ഓക്കെ, എപ്പോ ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടും ഇത്രയും റിസോഴ്സസ് സാമ്പത്തികമായി ഉയർന്നു വരാനുള്ള എല്ലാ സാഹചര്യവും അവരുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ട് എന്ത് പറ്റുന്നു, അതെല്ലാം ബാക്കിയുള്ള രാജ്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഓക്കെ, പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. The North-South dialogue refers to the process through which the developing countries South demanded a fairer international economic system from developed countries. ഓക്കെ, അതായത് ഈ നോർത്ത് സൗത്ത് ഡയലോഗ് എന്ന് പറഞ്ഞാൽ, നോർത്ത് സൗത്ത് ഡയലോഗ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല രാജ്യത്ത് പല ലോകത്തിലെ പല എന്ത് വന്നിട്ടുണ്ട്, പല ഓർഗനൈസേഷൻസ് ഫോം ആയിട്ടുണ്ട്, പല കൺവെൻഷൻ നടന്നിട്ടുണ്ട് ഇതിന്റെ ബേസിൽ. അതായത് ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾ കുറച്ചും കൂടെ നീതിപൂർണമായി ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളോട് പെരുമാറണമെന്നും അതേ കണക്ക് തന്നെ ഈ പറയുന്ന ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിന് ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങളും എന്ത് ചെയ്യണം, സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലും നോർത്ത് സൗത്ത് ഡയലോഗ്സ് വരുന്നത്. ഈ സഹായിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവർ ഇങ്ങനെ ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യമായി പോകാൻ കാരണമാരാണ്, ഈ പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. അതുകൊണ്ടാണ് ഇവര് സഹായിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഡിസ്കഷൻസ് ഓൺ ട്രേഡ്, എയ്ഡ്, ഡെപ്റ്റ് റിലീഫ്, ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് ഗ്ലോബൽ ഗവർണൻസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഡെപ്റ്റ് റിലീഫ്, ഓക്കെ, കടബാധകൾ ഒഴിയാൻ വേണ്ടി ട്രേഡ് സംബന്ധമായിട്ട്, ടെക്നോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഗ്ലോബൽ നോർത്തിൽ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പൊ അവരുടെ ടെക്നോളജി ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടെക്നോളജി കൈമാറുക, കാരണം അവരും ടെക്നോളജി അഡ്വാൻസ് ആവാൻ വേണ്ടി കൈമാറുക എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം ഇന്ത്യയുടെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഈ പറയുന്ന ഒരു എന്താണ്, ഈ പറയുന്ന ഓൺലൈൻ മണി ട്രാൻസ്ഫറിങ് ആ സിസ്റ്റത്തിന് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഭൂട്ടാനിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഏഷ്യയിലുള്ള പല രാജ്യങ്ങൾക്കും ഇന്ത്യ ഈ സിസ്റ്റം ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഭൂട്ടാനിൽ ചെന്നാൽ UPI ആണ്, ഇന്ത്യ ഡെവലപ്പ് ചെയ്ത UPI ആണ് അവിടുത്തെ ഒഫീഷ്യൽ ട്രാൻസാക്ഷൻസ് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്, ഭൂട്ടാനിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. ഇന്ത്യയെ കാട്ടി അണ്ടർ ഡെവലപ്ഡ് ആയ ഒരു രാജ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുകയാണ്. ഓക്കെ, അപ്പം അതാണ് ഒരു ഗ്ലോബൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതാണ് തന്നെ ഗ്ലോബൽ ഗവർണൻസ്. മേജർ ഫോറംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അസോസിയേറ്റഡ് വിത്ത് നോർത്ത് സൗത്ത് ഡയലോഗ്. അപ്പം ഈ നോർത്ത് സൗത്ത് ഡയലോഗിൽ ഉള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നോക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, UNCTAD കോൺഫറൻസ് ഓൺ, ഒരു കോൺഫറൻസ് നടക്കിയ ട്രേഡ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഒരു കോൺഫറൻസ് ആണ് യുണൈറ്റഡ് നേഷൻസ് സംഘടിപ്പിച്ച. ഇതേണക്കാണ് ഗ്രൂപ്പ് ഓഫ് 77. ഏകദേശം ഈ പറയുന്ന നോർത്തിലെയും സൗത്തിലെയും രാജ്യങ്ങളുണ്ട്, അവർ തമ്മിലുള്ള നമ്മൾ ഈ G20 എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളാണ്. അപ്പൊ ഇവര് കണ്ടുമുട്ടും, ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ചിലപ്പം ഒരു എഗ്രിമെന്റ്സ് ഒക്കെ വരാം, ചിലപ്പം ഒരു തരത്തിലുള്ള ഒരു ഉപകരിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒന്നും പ്രൊഡ്യൂസ് ആവാതെയും ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് 77 മീറ്റിംഗിൽ പോകാം. അതേ തന്നെയാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നാം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും.
നാമം വരുന്നത് എന്തിന്റെ ബേസിലാണ്? ഈ പറയുന്ന വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മുതലാളി രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രീ കൊളോണിയൽ ഹിസ്റ്ററി ഉള്ള രാജ്യങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞു വരുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന നോൺ അലൈൻഡ് മൂവ്മെന്റിലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇന്ത്യ ആയിക്കോട്ടെ, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, ഗാന ആയിക്കോട്ടെ, ഈജിപ്ത് ആയിക്കോട്ടെ, ഇതൊക്കെ പറയുന്നത് എന്താണ്? പ്രീവിയസ്ലി കൊളോണൈസ് ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലേവറി പോലുള്ള അപ്പാർത്തൈഡ് പോലുള്ള സിസ്റ്റങ്ങളെല്ലാം, കാസ്റ്റ് സിസ്റ്റം പോലെയുള്ള സിസ്റ്റങ്ങളെല്ലാം വലിയ തോതിൽ ഡിസ്ക്രിമിനേറ്ററി ആയി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. അപ്പം ഇതെല്ലാം ഇല്ലാതാക്കാനും അതേ കണക്ക് തന്നെ അവർക്ക് തനിയൊരു സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരണമെന്നുള്ള ആഗ്രഹിച്ചു വന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന നോൺ അലൈൻഡ് മൂവ്മെന്റ് ഉള്ളത്. അപ്പൊ ഈ നോൺ അലൈൻഡ് മൂവ്മെന്റ് ഒക്കെ എന്താണ്? ഈ പറയുന്ന നോർത്ത് സൗത്ത് ഡിവൈഡിനെ കൗണ്ടർ ചെയ്യാൻ വന്നൊരു മൂവ്മെന്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതേ കണക്ക് തന്നെയാണ് റിയോ സമ്മിറ്റ്. റിയോ സമ്മിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അഡ്രസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ദ നീഡ് ഫോർ നോർത്ത് സൗത്ത് കോപ്പറേഷൻ ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഈ കൂടുതൽ ഈ പറയുന്ന കാർബൺ എമിഷൻ നടത്തുന്ന ആരാണ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ നടത്തുന്ന ആരാണ്? അല്ലെങ്കിൽ ഗ്ലോബൽ നോർത്തിലുള്ള രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങളാണ് കൂടുതൽ കാർബൺ എമിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളെ കാട്ടി ഈ പറയുന്ന കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഗ്ലോബൽ നോർത്തിലെ രാജ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് റിയോ സമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, CBDR, ഓക്കെ, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, CBDRനെ കുറിച്ച് പറഞ്ഞിരുന്നു, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് ട്രീറ്റ്മെന്റ്. അതായത് എല്ലാവരും കാർബൺ എമിഷൻ കുറയ്ക്കണം, പക്ഷെ എല്ലാ രാജ്യങ്ങളും ഒരേ കണക്കുള്ള നയമല്ല കൊടുക്കേണ്ടത്. കാരണം ഇപ്പം US ഫോളോ ചെയ്യുന്ന പോളിസി ഇന്ത്യ ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ ഡെവലപ്മെന്റ് അത് വർഷങ്ങളോളം നീണ്ടുപോകാം. അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പൊ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമ്മളൊരു ഫുള്ളി ഡെവലപ്ഡ് രാജ്യമാകാൻ വീണ്ടും വർഷങ്ങൾ എടുക്കാം. ഓക്കെ, കാരണം ഈ പറയുന്ന രാജ്യങ്ങൾ ഡെവലപ്ഡ് ആയത് എങ്ങനെയാണ്? പലതരത്തിലുള്ള ഈ പറയുന്ന എൻവയോൺമെന്റ്സിനെ യൂസ് ചെയ്തും അല്ലെങ്കിൽ എൻവയോൺമെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നടത്തിയിട്ടാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? അപ്പം നമുക്കും ഈ പറയുന്ന ഒരു എന്ത് വേണം? ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം, കാർബൺ എമിഷൻ എല്ലാം കുറയ്ക്കാം, പക്ഷെ എന്ത് വേണം? നമ്മളെ ഈ പറയുന്ന US പോലെ ഒന്നും ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന എമിഷന്റെ കണക്കാവരുത്, അവർക്ക് ഇത്ര ശതമാനം കുറയ്ക്കാന്ന് പറയുന്ന കണക്കാവരുത് ഞങ്ങൾക്ക് തരേണ്ടത്. കാരണം അത്ര ഒറ്റയടിക്ക് നമുക്ക് എല്ലാ കാര്യം കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ GDP, നമ്മുടെ എക്കോണമി ആയിരിക്കും ബാധിക്കുക. കാരണം അവരൊരു വികസിത രാജ്യമാണ്, അവർക്ക് സാമ്പത്തികമായി അവർ ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് രാജ്യമാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന ഒറ്റയടിക്ക് ഈ പറയുന്ന കാർബൺ എമിഷൻസ് എല്ലാം കുറച്ചു കൊണ്ടുവരുന്നത് അസാധ്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി അത് പ്രതികൂലമായി ബാധിക്കും. ഈ പറയുന്ന US-നൊക്കെ അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും, നമുക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ 2050 2070 ഒക്കെ വർഷത്തിന്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ആ വർഷത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്കും പതിയെ ഇത് കുറച്ച് വരാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോർത്ത് സൗത്ത് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട സമ്മിറ്റ് ആണ് റിയോ സമ്മിറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ദീസ് ഇവൻ ഹൈലൈറ്റ് ദ ഓൺഗോയിങ് എഫർട്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻ. അപ്പം ഈ റിയോ സമ്മിറ്റ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഓഫ് 77 ആയിക്കോട്ടെ, നോൺ അലൈൻഡ് മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നോർത്ത് സൗത്ത് ഡിവൈഡിനെ ഒന്നും കൂടെ ഒന്ന് ചുരുക്കാൻ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിവൈഡ് കുറയ്ക്കാൻ, ഈ ഡിസ്പാരിറ്റി കുറയ്ക്കാൻ ഈ പറയുന്ന സമ്മിറ്റുകളും നോൺ അലൈൻഡ് മൂവ്മെന്റും ഗ്രൂപ്പ് ഓഫ് 77 അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ട്രേഡോ ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സമയമായി അടുത്ത സൗത്ത് കോപ്പറേഷൻ ആണ്. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.